സമാന സ്വഭാവമുള്ള കേസായതുകൊണ്ടാണ് നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് വിളിപ്പിച്ചത്. തന്റെ ഭാര്യ എവിടെ? ഓള് വന്നില്ല. കാരണം? അല്ല, ഓള് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം തീരെ കടപ്പായി പോയി, തളർന്നു പോയി. സ്വർണം പോയ കേസല്ലേ സാർ, പെണ്ണുങ്ങൾ എങ്ങനെ സഹിക്കുക? ശരി, എന്താ ഉണ്ടായത് പറ. അത് വീട്ടിലെ വഴക്ക് മാറ്റാൻ വേണ്ടി. പറയണ്ട, സത്യം പറഞ്ഞാ മതി. സാർ, സത്യമായിട്ടും ഞാനും ചേട്ടനും തമ്മിൽ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരാൻ വേണ്ടി ഈ സ്വാമിനിയെ വിളിച്ചൊരു പൂജ നടത്തിച്ചു. അപ്പൊ അവര് പറഞ്ഞു വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം സ്വർണ്ണമാണെന്ന്. ഇതന്നെ നമ്മളോടും പറഞ്ഞു, ഇതേ വർത്താനം നമ്മളോടും പറഞ്ഞു, സകല പ്രശ്നത്തിനും കാരണം സ്വർണ്ണമാണ്. ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ മേടിച്ച് ആ കുടത്തിലിട്ട് വായ കെട്ടിവെച്ചു. എന്നിട്ട് പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്കണം, 61 ദിവസം കഴിഞ്ഞിട്ട് ഈ കുടം തുറക്കാവൂ, അപ്പോഴേ ഫലം കിട്ടൂ. നമ്മളെ വീട്ടിലും പറഞ്ഞു. പിന്നെ കണ്ണ് തുറക്കുമ്പോ ആ കുടം അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പിന്നെ നോക്കുമ്പം അതില് കുറെ കല്ല് മാത്രമേ ഉള്ളൂ. സംഭവം നടന്നിട്ട് 60 ദിവസമായി? ഇല്ല, 40 ദിവസമായുള്ളൂ സാറേ. അപ്പൊ എന്തിനാ 40 ദിവസത്തിന്റെ ഉള്ളിൽ തുറന്നു? അത് ഞങ്ങള് തുറന്നതല്ലോ, ഒരു ദിവസം എലി അങ്ങാണ്ട് തട്ടി താഴെ ഇട്ടു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കല്ലാണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എലി ഉണ്ടായി? നമ്മളെ വീട്ടിലെ എലിയില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? അല്ല, എന്റെ വീട്ടില് എനിക്ക് കുറച്ച് ടൈറ്റ് വന്നേ, പൈസ കുറച്ച് ടൈറ്റ് വന്നു സാർ. ഇയാളെന്താ നുണ പറയണോ? അല്ല, സത്യമായിട്ട് പറയാ. പിന്നെ നല്ല ടൈറ്റ് ആക്കി. ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ആകെ ഇതായിട്ട് വന്നാണേ. അപ്പൊ സ്വർണ്ണക്കാര്, അപ്പൊ സ്വർണം പണയം വെക്കാൻ വേണ്ടിട്ടേ ഭാര്യ അറിയാണ്ട ഞാനൊന്ന് കൈയിട്ട് നോക്കിയത്. അപ്പൊ അതിന്റെ അത് കല്ലുള്ളത്. വെറുതെ പണിയെടുത്ത പൈസ കണ്ണി കണ്ടവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറ്റിച്ചേന്ന് പറഞ്ഞ ഇങ്ങാട് പോരും പോലീസുകാർക്ക് പണിയുണ്ടാക്കാൻ. ഈ സ്വാമി കണ്ടാലെങ്ങനെ? അവര് കറുത്ത് തടിച്ച് ഇവിടെ ഇങ്ങനെ മുടിയൊക്കെ കുടുംബ പോലെ കെട്ടി, ഒരു വീപ്പക്കുറ്റി പോലെ ഒരു പെണ്ണുങ്ങളാ. നിങ്ങൾ ആരാണ് അവിടെ കൊണ്ടുപോയത് അത് പറ. അതൊരു സുമേഷ് എന്ന് പറഞ്ഞ ഒരാളാ. ഞങ്ങളോട് പറഞ്ഞു സുമേഷ് ചേട്ടനാ. അയ്യോ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളല്ലേ? സാക്ഷര കേരളം, കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള തട്ടിപ്പ് വേലകളിൽ ചെന്ന് ചാടുകയാണ്. ദിവസേന പത്രത്തിലും ടിവിയിലും ഒക്കെ വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലുള്ള തട്ടിപ്പ് പരിപാടികൾ? എത്ര കണ്ടാലും കൊണ്ടാലും മലയാളികൾ പഠിക്കില്ല. മലയാളികൾ എന്ന് പറയരുത് സാർ, പെണ്ണുങ്ങളെ പ്രത്യേകം പറയണം. ഇയാള് പെട്ടില്ലടോ? അല്ല, ഞാൻ പെട്ട പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് പെടുന്നാണല്ലോ നമ്മള്. പെണ്ണുങ്ങളുടെ വാക്കാണ്ട് കേട്ടാ അങ്ങോട്ട് അതിനുപോലെ സാർ, ഇതിപ്പോ പറ്റിപ്പോയി. പറ്റിപ്പോയി. ഒരു കാര്യം ചെയ്യ്, ഞാൻ അന്വേഷിക്കാം കേട്ടോ. നിങ്ങൾ അതിന്റെ കംപ്ലൈന്റ് ഒക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ട് സുമേഷിന്റെ പേര് അഡ്രസ് ഒക്കെ ഞാൻ തരാം. കംപ്ലൈന്റ് എഴുതി വെച്ചു. ഒന്ന് എഴുതി മേടിക്കും. തനിക്കെന്താ തണുക്കണ്ട, കൈ താഴ്ത്തിറോ. ആരാണ് ഈ ശ്യാമളാദേവി? എനിക്കറിയില്ല സാറേ. നോണ പറഞ്ഞ അടിച്ച് നിന്നെ ചെവിക്കലിയാൻ പൊട്ടിക്കും. പറയണോ? എനിക്കറിയില്ല. ഹലോ, അമ്മവാ, അത് നടക്കില്ല. ചേട്ടനും അനിയനൊക്കെ ശരി തന്നെ. ആ കേസൊന്നും പിൻവലിക്കാൻ പറ്റില്ലെന്ന്. അതെ, ഞാനിവിടെ വേറൊരു അത്യാവശ്യത്തിൽ നിൽക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാമോ? ശരി അമ്മാവോ. എന്താ സാറേ? ഞാനും ചേട്ടനുമായിട്ടുള്ള കടമുറയുടെ കേസില്ലേ, അത് ഞാൻ കേസ് പിൻവലിച്ച് ചേട്ടന് കൊടുക്കണമെന്ന് അമ്മാവും വിളിക്കുക. അത് വിട്ടുകൊടുക്കണ്ട സാറേ. അത് നീ എന്തായി പറയണേ? സാർക്ക് എന്തിനാ ഈ കടമുറി? ജീവിക്കാൻ ശമ്പളം കിട്ടുന്നില്ലേ? പിന്നെ ഭാര്യയാണെങ്കിൽ ക്യാൻസർ വന്ന് മരിച്ചു, കുട്ടികളും ഇല്ല. ഇയാള് പറയണോ? കടമുറി അങ്ങോട്ട് കൊടുത്തേക്ക് സാറേ. എനിക്കൊന്ന് കക്കൂസ പോണം. ഇവിടെ ഇട്ട് നശിപ്പിക്കലേ നടക്കണോ? രാവിലെ പോയിട്ട് വന്നുകൂടെ എനിക്ക് സ്റ്റേഷനില്? സുമേഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. നമ്മളന്ന് പോയില്ലേ, സുഹറയും ഭർത്താവും പിന്നെ ഒരു മണ്ടോദരി. അതൊക്കെ ആകെ പ്രശ്നമായി. അവര് നമുക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പോലീസുകാർ വരും നമ്മൾ അറസ്റ്റ് ചെയ്യാൻ. എനിക്ക് ആകെ പേടിയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല മനുഷ്യന്, വെറുതെ കിടന്ന് തുള്ളിയിട്ട്. അപ്പൊ പഴമാരി വീണ്ടും മുങ്ങോട്ട് വരും. ഒരു വീടുണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു, നിങ്ങളൊന്ന് വേഗം വാ. ഈ നിലയ്ക്ക് പോയി ഈ ചന്ദ്രനിൽ പോയിട്ട് മന്ത്രവാദം ചെയ്യേണ്ടി വരും.